രാവിലത്തെ കുറേ റോഡിലെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളോട്ട് ജസ്റ്റ് ഒന്ന് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. ഒരാളായി വീഡിയോ കേട്ടിട്ട് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാൻ പത്തനംതിട്ട വരെ വന്നാൽ അപ്പം റോഡിലെ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്നൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം, യാത്രയുടെ ഒരു ഇതുണ്ടല്ലോ, രാവിലത്തെ തിരക്ക്, അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്താ, ഇതൊന്നും കൊണ്ടല്ല. ഒരു രസം രാവിലെ. ഓട്ടോക്കാരെ കുറ്റം പറയുമല്ലോ. ചില സമയത്തുണ്ടല്ലോ, ചില സമയത്ത് ഇവരുടെ ഒരു തിരിക്കുകയും മറിക്കുകയും കൂടെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തമായ കൺട്രോൾ വരെ പോകുന്ന അവസ്ഥയുണ്ടാവും. ഓട്ടോക്കാർ നല്ലവരും ഉണ്ട്, മോശം ആൾക്കാരും ഉണ്ട്. എല്ലാവരെയും അല്ല ഞാൻ പറഞ്ഞത്. ആ മോശം പരിപാടി കാണിക്കുന്നവരുണ്ടാവും. നിൽക്കുന്ന ഇപ്പം തിരിയുക, ഇൻഡിക്കേറ്റർ ഇടാതെ തിരിയുക, പിന്നെ നല്ല സ്പീഡിൽ പോകുമ്പം പെട്ടെന്ന് ചവിട്ടുക, ഇതൊക്കെയാണ്. പിന്നെ ബ്രേക്ക് ലൈറ്റും കുന്തവും ഇല്ലാതെ ഇറങ്ങിയിട്ട് ഓടിച്ച് ചെന്നും പുറകെ തട്ടുമ്പം അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഓരോരുത്തരുടെ കയ്യിലുണ്ട്. നമ്മളിപ്പം ഇതുപോലെ എൻ്റെ മുന്നിൽ ഒരു ഓട്ടോ പോവാം, അവൻ ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വണ്ടി നിർത്തുവന്നേ പുറകെ പോകുന്നവരറിയും. ഇല്ലെങ്കിൽ ചെന്ന് കയറ്റി അങ്ങ് വെച്ച് കൊടുക്കും. അതാ പരിപാടി. സഡൻ ബ്രേക്ക് നോക്കിയും കണ്ടു ഓടിച്ചില്ല, നമുക്ക് പോയി, ഇത്രയേ ഉള്ളൂ. അതിപ്പോൾ ആരായാലും. അതുകൊണ്ട് ബ്രേക്ക് ലൈറ്റ് അത്യാവശ്യം. ഇൻഡിക്കേറ്റർ ഇല്ലെന്ന് പറഞ്ഞാലും ബ്രേക്ക് ലൈറ്റ് അത്യാവശ്യമായിട്ട് മേടിച്ച് വെക്കണം. ഇൻഡിക്കേറ്ററും വേണം. പിന്നെ നമുക്കിപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ കൈയും കാലും ഇട്ട് തിരിക്കാൻ പറ്റത്തില്ല. കുമ്പഴ നേരെ പോയാൽ മലയാളപ്പുഴ, ഇടത്തോട്ട് പോയാൽ എന്തുവാണ് വലിയ പാടാണ് ഇവിടെ. ഇവിടുത്തെ ട്രാഫിക് ഉണ്ട്. ഇവിടെ ഇപ്പോൾ അങ്ങാണ്ട് ഇടി എഴിഞ്ഞിരിക്കുമല്ലോ. ആർക്കോ ഒരു ഇടി കിട്ടി. ഇടി കിട്ടാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഒരു മര്യാദയില്ലാത്ത പരിപാടിയാണ് കാണിക്കുന്നത് ഇവിടെ. ഒന്നുകിൽ ആ നടുക്കിരിക്കുന്ന സാധനം എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ആണ് KSRTC പ്രൈവറ്റും കൂടെ ഉടക്കാം ഇവിടെ. ആർക്കും പോകണ്ട. ഓട്ടോക്കാർക്കൊരു മര്യാദയില്ല, ഉള്ള കാര്യം ഞാൻ പറയാം. ഇതിലെ വേണമെങ്കിൽ അവർ കുത്തി കയറ്റിക്കൊണ്ട് പോകണം. മൊത്തം പേരെയല്ല പറഞ്ഞ, കുറച്ച് പേരെ ഇതിലേക്കോ വേണം കുത്തിക്കയറ്റി. നമുക്കങ്ങ് സത്യം പറഞ്ഞാൽ അങ്ങ് ദേഷ്യം വരുമോ ചില സമയത്തങ്ങ്.
KSRTC പിന്നെ എത്ര ഇത് കൊടുത്താലും അവർക്ക് വലിയ സന്തോഷമാണ്. പിന്നെ റോഡ് മൊത്തം അവർക്ക് കൊടുക്കണമെന്ന് അവരുടെ ആഗ്രഹം തോന്നി. ആ വരവ് കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്. പറയാതിരിക്കുന്നത് തന്നെയാണ്. ഈ 2 ലൈനും ഇവിടെ വലിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും അവർക്കൊരു വിഷയമല്ല. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ അതിക്രമിച്ച് കയറ്റം ഭയങ്കരമാണ്, സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ പിന്നെ നല്ല മനസ്സുള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി ഏലിരിക്കണ്ടെന്ന് വെച്ചാൽ നമ്മളീ മാറി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം പരിപാടി. അറിയത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ റോഡിൻ്റെ കാഴ്ചകൾ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളതിലേക്ക് കണ്ടേച്ച് പോലെല്ലാവരും കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞേക്കാം, വെറുതെ കണ്ടിട്ട് പോരുത്. ഇവിടെ ഒന്ന് തിരിയുന്ന കാര്യമാണ് പാട്. ഇരിക്കട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ സാരമില്ല.